എണീറ്റ് വന്നപ്പം തന്നെ അമ്മ ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ജോലിക്ക് പോകണം, അപ്പോൾ കൊച്ചിന് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കിയതാണ്. പയറും മത്തങ്ങയും എരിശ്ശേരിയും പിന്നെ ചക്ക വേവിച്ചതും ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനതെല്ലാം നോക്കിയിട്ട് വന്നിട്ട് നേരെ ചായ ചൂടാക്കി കുടിക്കുകയാണ് കേട്ടോ. എനിക്ക് രാവിലെയും വൈകിട്ടും ചായ നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. ചായ കുടിച്ചേ പറ്റത്തുള്ളൂ. എനിക്കതങ്ങ് ശീലമായൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇഡലിക്കുള്ള മാവ്, ഇഡലി ദോശ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ എപ്പോഴും കാണണം. കാരണം കൊച്ചുങ്ങൾ കുഞ്ഞിയായാലും ചേച്ചിയുടെ മോനായാലും അത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡലി നേരെയും ഉണ്ടാക്കി വെച്ചിട്ട് കുഞ്ഞിക്ക് കഴിക്കാനുള്ളതും കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊച്ചുങ്ങളൊക്കെ വീട്ടിലുണ്ടല്ലോ, സ്കൂളൊക്കെ അടച്ചിരിക്കുകയായതുകൊണ്ട് അവരൊക്കെ എപ്പോഴും വീട്ടിലുണ്ട്. വഴക്കും ബഹളവും കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ചക്ക കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്കയ്ക്കകത്ത് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്തെങ്കിലും ഒരു അച്ചാർ, മാങ്ങ അച്ചാറുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മാങ്ങ അച്ചാറല്ല, ഇത് ലവ്ലോലിക്ക അച്ചാറാണ് കേട്ടോ. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അച്ചാറും കൂട്ടി ചക്ക കഴിക്കാൻ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതോടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു, ടേക്ക് കെയർ, ബൈ.